ഹലോ ഗൈസ്, അപ്പോൾ വൈ ചൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ് എ കരിയറിന്റെ ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് എങ്ങനെ ഒരു സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് നിങ്ങളുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്, പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ റീക്യാപ്പ് നമുക്ക് നടത്താം. അപ്പോൾ നമ്മൾ ഈ സീരീസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. 2 ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന കരിയറിനെ പറ്റി നമ്മൾ സംസാരിച്ചു. 3 ഡിജിറ്റൽ മാർക്കറ്റിംഗർക്ക് വേണ്ട സ്കിൽസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. 4 നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ചൂസ് ചെയ്യുന്നുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾ സംസാരിച്ചു. 5 എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചു. 6 അതായത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നിങ്ങളെ തന്നെ ഒരു ബ്രാൻഡായി കൺസിഡർ ചെയ്തിട്ട് സെൽഫ് ബ്രാൻഡിങ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ നിങ്ങൾ സെറ്റ് ചെയ്യാനാണ് വേണ്ടത്. അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള ക്ലയൻസിൻ്റെ റിസൾട്ടുകളൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ എപ്പോഴും ബിൽഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അവസാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റ് ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കിൽസൊക്കെ അപ്സ്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ട്രെൻഡായിട്ടിരിക്കുന്ന AI അതുപോലുള്ള ഓട്ടോമേഷൻ ടൂൾസും ഇങ്ങനെയുള്ള എമർജിംഗ് ടെക്നോളജികളൊക്കെ നിങ്ങളുടെ കരിയറിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ചൂസ് ചെയ്യാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെയായിരിക്കും. ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ.